ഇതിലെ ഫസ്റ്റ് പോയിന്റ് മുബീൻ RC ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബീനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത്. മുബീൻ്റെ നേരെ അനിയനാണ്, ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ. ഈ മുബി പറയും, ഈ വാഹനത്തിൻ്റെ RC ഓണർ ഞാനാണ് നിലവിൽ. ഇത് ഞങ്ങൾ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഈ വാഹനത്തിൻ്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ബിസിനസ് എല്ലാം നടത്തുന്നത് നമ്മൾ ഒരുമിച്ച്, ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ജ്യേഷ്ഠൻ പറയുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജ്യേഷ്ഠനും പറയും. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി. ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ്. മൊത്തം പ്രോപ്പർട്ടി നമ്മൾ 4 മക്കളാണ്. 4 മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണിപ്പോൾ നിലവിലിപ്പോൾ കുടുംബനാഥൻ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് എൻ്റെതായ കടമകളുണ്ട്, മുബീൻ്റെതായ കടമകളുണ്ട്. ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത്. വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങൽ മുബീൻ്റെ പേരിലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക. ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഓൻ്റെ പേരിലാണ് ഉള്ളത്. ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ്. ഈ വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത്. പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആരെടുത്തുനിന്ന് 1 റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി. ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല. നമുക്ക് ആരെടുത്തുനിന്ന് കൈ നീട്ടേണ്ട ഒരു ആവശ്യവും സാമ്പത്തികമായിട്ടില്ല, ഇപ്പല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ. അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം. പിന്നെ രണ്ടാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേറെ എന്തോന്നും കൂടി ഉണ്ടല്ലോ പണപ്പിരിവിനെ പറ്റി. ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപ്പിരിവ് എന്ന് പറഞ്ഞത്. ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ എമൗണ്ട് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു. എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത് നിങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിച്ച തെറ്റ്. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ 1-2 ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല. ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ്, ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിൽ ഇടാനെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിച്ച് പോയത്. അപ്പം അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക. ഞാനിന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല. ഞാൻ ഇതുവരെ ഒരു പണപ്പിരിവ് വാങ്ങിയിട്ടില്ല.
അല്ല അവരെനിക്കൊരു പണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദരവപൂർവ്വം തരാമെന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂല എന്നാണ് പറഞ്ഞത്. ഞാനൊരു പൈസ ആരോടും വാങ്ങാൻ ആഗ്രഹിക്കില്ല. ഇല്ല 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 ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അന്വേഷിച്ചാൽ മതി. അതെ അവൻ്റെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടുന്ന എന്തെങ്കിലും അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത്. അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ഇതിനൊരു ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ, പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവൻ്റെ ഭാവിയിൽ അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ്. അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയുന്നു.